വ്യാജ LSD സ്റ്റാമ്പ് ഉപയോഗിച്ച് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിലെ കാരണമറിയണമെന്ന് ഷീല സണ്ണി. സംഭവത്തിന് പിന്നിൽ മരുമകളും അവരുടെ അനുജത്തിയുമാണെന്നും ഷീല സണ്ണി പറഞ്ഞു. വിരുന്നുകാരായി എത്തിയവർ തന്നെ ചതിക്കുകയായിരുന്നുവെന്നും എക്സൈസ് നടപടി സ്വാഗതാർഹമെന്നും ഷീല സണ്ണി വ്യക്തമാക്കി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിക്ക് വ്യാജ മയക്കുമരുന്ന് കേസിൽ 72 ദിവസമാണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്. പിന്നീടാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായത്. വിരുന്നുകാരായി എത്തിയവർ തന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ശേഷം തന്നെ ചതിക്കുകയായിരുന്നുവെന്നാണ് ഷീല സണ്ണി പറയുന്നത്. അതെ, നമ്മുടെ ഇപ്പോൾ വീട്ടിൽ നമുക്ക് വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കുമെന്ന്. നമ്മൾ നമ്മുടെ റൂമിൽ കിടക്കാൻ കൊടുത്തു. നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല. പിന്നെ നമ്മുടെ റൂമിൽ കടന്നു. അന്ന് തലേ ദിവസം എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി. പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവർ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മരുമകളും അനിയത്തിയും തലേ ദിവസം രാത്രി വീടിന് പുറകിൽ ഏറെ നേരം സംസാരിച്ചിരുന്നു. തലേ ദിവസം നടന്നത് ഗൂഢാലോചനയാണെന്ന് തനിക്ക് പിന്നീടാണ് തിരിച്ചറിയാനായതെന്നും ഷീല സണ്ണി പറഞ്ഞു. പക്ഷെ ഇവർ തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിൻ്റെ പുറത്തു നിന്ന് കുറേ നേരം സംസാരിക്കണം. ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നത്. തന്റെ മുറിയിലാണ് മരുമകളുടെ അനിയത്തിയും കിടന്നിരുന്നത്. താൻ അറസ്റ്റിലാകുന്നതിന്റെ തലേ ദിവസം ഇരുവരും തന്റെ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നെന്നും ഷീല സണ്ണി പറഞ്ഞു. എക്സൈസ് നടപടി സ്വാഗതാർഹമെന്ന് പറയുമ്പോഴും എന്തിനാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതെന്നറിഞ്ഞാലേ പൂർണ്ണമായി നീതി ലഭിക്കൂ എന്ന നിലപാടിലാണ് ഷീല സണ്ണി. ജനം, തൃശൂർ.